കെ സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പില്ലെന്ന് വെളിപ്പെടുത്തൽ. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കെ സുധാകരൻ വെളിപ്പെടുത്തി. ഇതോടെ നിലവിലെ ലോക്സഭാ അംഗങ്ങളിൽ പലരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഉറപ്പായി. യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിൽ മത്സരിക്കും. ജയസാധ്യതയുള്ള എല്ലാ എംപിമാരെയും എല്ലാം കളത്തിലിറക്കാനാണത്രേ തീരുമാനം. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ മത്സരിപ്പിക്കുമോ എന്നതും നിർണായകമാണ്. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിനില്ലെന്ന് തരൂർ വിശദീകരിച്ചിട്ടുണ്ട്. സുധാകരന്റെ വെളിപ്പെടുത്തലാണ് ഈ ചർച്ചകൾക്ക് കാരണം. കോന്നിയിൽ നിന്നും അടൂർ പ്രകാശ് മത്സരിക്കാനാണ് സാധ്യത. സമാന രീതിയിൽ ജയിക്കാൻ സാധ്യത കുറവുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംപിമാരെ പരീക്ഷിച്ചേക്കും. പരമാവധി സീറ്റ് നിയമസഭയിൽ ഉറപ്പിക്കാനാണിത്. കണ്ണൂർ നിയമസഭയിൽ നിന്നാകും സുധാകരൻ മത്സരിക്കുക. കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് കെ.സി. വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു. നിങ്ങളെ ഒഴിവാക്കുന്നതല്ല, പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നും വേണു പറഞ്ഞു. ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറാണെന്ന് ഞാനും പറഞ്ഞു. പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനൊപ്പം ഞാൻ പറയുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പും ലഭിച്ചുവെന്ന് സുധാകരൻ പറയുന്നു. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായി സംസാരിക്കാൻ പോയത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണയിലാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിണറായി വിജയനെതിരായ അന്തിമ പോരാട്ടമായി ഞാൻ അതിനെ കണ്ടിരുന്നു. അതൊരു സത്യമാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും എന്നോട് മാറണമെന്ന് ആവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതിയതെന്ന് സുധാകരൻ പറയുന്നു. തന്റെ പിന്തുണയിലാണ് സണ്ണി ജോസഫ് കെ.പി.സി.സി തലപ്പത്തെത്തിയതെന്ന് കൂടി സുധാകരൻ പറയുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം. പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. കെ.സി. വേണുഗോപാലും ഞാനും തമ്മിൽ സഹോദര തുല്യമായ ബന്ധമാണ്. 1993 കണ്ണൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് ഞാൻ മത്സരിച്ചപ്പോൾ വേണു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. കരുണാകരനൊപ്പം നിന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എതിർത്തിട്ടും അന്നും ഞാൻ ജയിച്ചു. എല്ലാ കാലത്തും വേണുഗോപാൽ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നും സുധാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.